സോ ഈ ഒരു ഡ്രോസോഫില എന്ന് പറയുന്നതാണ് ഫ്രൂട്ട് ഫ്ലൈസ്. ആൻഡ് ഓൾസോ ഇതൊരു മോഡൽ ഓർഗാനിസം ആണ്. ഇവരുടെ മെയിൽസിന്റെ പ്രത്യേകത എന്താണ്? മെയിൽസിന് ലോങ്സ്റ്റ് സ്പേം സെൽസ് ആണ് ഉള്ളത്. ഇനി ഇവരുടെ ലൈഫ് സ്പാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 21 days ആണ് ഇവരുടെ ലൈഫ് സ്പാൻ. ഷോർട്ടസ്റ്റ് ഡെവലപ്മെന്റൽ ടൈം എന്ന് പറയുന്നത് 7 days ആണ്. ഇനി നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഈ ഡ്രോസോഫിലിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് ഹണ്ട് മോർഗൻ ആണ്. ആൻഡ് ഇൻ ഇയർ 1909. ഓക്കെ, അപ്പോൾ ഡ്രോസോഫില എന്ന് പറയുമ്പോൾ ദേ ആർ ഫ്രൂട്ട് ഫ്ലൈ, മോഡൽ ഓർഗാനിസം ആണ്. മെയിൽസിന്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ലോങ്സ്റ്റ് സ്പേം സെൽ, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 21 days ആണ്. ആൻഡ് ഷോർട്ടസ്റ്റ് ഡെവലപ്മെന്റൽ ടൈം എന്ന് പറയുന്നത് 7 days ആണ്. ഓക്കെ, ഇനി വൈ ഡ്രോസോഫില റിഗാർഡ് ആസ് മോഡൽ ഓർഗാനിസം? എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രോസോഫിലിനെ മോഡൽ ഓർഗാനിസം ആയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണം ദേ ഹാവ് ദ എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ഇറ്റ് ജീനോം. ഷോർട്ട് ലൈഫ് സൈക്കിൾ ആണ്, കുറേ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് എസ്റ്റിമേറ്റഡ് 75% ഓഫ് നോൺ ഹ്യൂമൻ ഡിസീസ് ജീൻ ഹാവ് എ മാച്ച് ഇൻ ദ ഫ്രൂട്ട് ഫ്ലൈ ജീനോം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ജനറ്റിക് മോഡൽ ഫോർ സെവറൽ ഹ്യൂമൻ ഡിസീസ് ഇൻക്ലൂഡിംഗ് പാർക്കിൻസൺ ഡിസീസ്. ഓക്കെ, ഇനി ഇവരുടെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ദേ ഹാവ് എ ഹോളോ മെറ്റാബോളസ് മെത്തേഡ് ഓഫ് ഡെവലപ്മെന്റ്. എന്ന് വെച്ചാൽ 4 ലൈഫ് സ്റ്റേജസ് ആണ് ഉണ്ടാവുന്നത്. നോക്കിക്കേ, ആ ഒരു ഫിഗർ നോക്കിയേ. ഫസ്റ്റ് എഗ്ഗിൽ നിന്ന് ലാർവ, ലാർവയിൽ നിന്ന് പ്യൂപ്പ, പ്യൂപ്പയിൽ നിന്ന് അഡൽട്ട് ഓർ ഇമാഗോ. ഓക്കെ, ഇനി 3 ഗ്രൂപ്പ് ഓഫ് ജീൻസ് പ്ലേ എ റോൾ ഇൻ ഡെവലപ്മെന്റൽ പ്രോസസ് ഓഫ് ഡ്രോസോഫില. അപ്പോൾ മെയിനായിട്ട് 3 ജീൻസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? മെറ്റേണൽ ജീൻ, സൈഗോട്ടിക് ജീൻ അഥവാ സെഗ്മെന്റേഷൻ ജീൻ, ഹോമിയോട്ടിക് സെലക്ടർ ജീൻ. അതിൽ സൈഗോട്ടിക് ജീൻസിന് 3 ടൈപ്പ് ഉണ്ട്: ഗ്യാപ് ജീൻസ്, പൈറൂൾ ജീൻസ് ആൻഡ് സെഗ്മെന്റ് പോളാരിറ്റി ജീൻ. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെറ്റേണൽ ജീൻസ്. മെറ്റേണൽ ജീൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ബൈക്കോഡ്, ഹഞ്ച്ബാക്ക്, നാനോസ് ആൻഡ് കോഡൽ. ഇനി നമ്മളുടെ സൈഗോട്ടിക് ജീൻസിൽ ഏതൊക്കെയാണ് വന്നേ നോക്കാം. സൈഗോട്ടിക് ജീൻസിൽ ഏതൊക്കെയാണ്? ഗ്യാപ് ജീൻസ്, പൈറൂൾ ജീൻസ്, സെഗ്മെന്റ് പോളാരിറ്റി ജീൻസ്. അതിൽ ഗ്യാപ് ജീൻസിൽ വരുന്നതാണ് ക്രിപ്പൽ, നിർവ്സ്, ജെയിൻ, ഹഞ്ച്ബാക്ക്, ടൈലേഴ്സ്. പൈറൂൾ ജീൻസ് ആണെങ്കിലോ ഹെയറി, ഈവൻ സ്കിപ്പ്, റൺ, ഫ്യൂസിതെറാസു, ഓഡ് സ്കിപ്പ്, സ്ലോപ്പി പയർ, പയേർഡ്. സെഗ്മെന്റ് പോളാരിറ്റി ജീൻസിൽ ഏതൊക്കെയാണ് വന്നത്? വിംഗ്ലെസ്, ക്യൂബിറ്റസ് ഇന്ററപ്റ്റസ്, പാച്ച്ഡ്, എൻഗ്രേവ്ഡ്, ഹെഡ്ജോഗ് ആൻഡ് ആർമഡില്ലോ. ഇനി ഹോമിയോട്ടിക് ജീൻസിൽ ഏതാണുള്ളത്? ലാബിയൽ, ആന്റിനപേഡിയ, സെക്സ്കോം റെഡ്യൂസ്, ഡീഫോംഡ്, പ്രബോസിപ്പേഡിയ, അൾട്രാ ബൈത്തോറാക്സ്, അബ്ഡോമിനൽ എ ആൻഡ് അബ്ഡോമിനൽ ഡി. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എന്ത് ഡ്രോസോഫിലയിലുള്ള ഗ്രൂപ്പ് ഓഫ് ജീൻസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡ്രോസോഫില എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് ഫ്ലൈ. ആൻഡ് ദേ ആർ ഓൾസോ മോഡൽ ഓർഗാനിസം. മെയിൽസിന്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ലോങ്സ്റ്റ് സ്പേം സെൽ, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 21 days ആണ്. ഇവരുടെ ഷോർട്ടസ്റ്റ് ഡെവലപ്മെന്റ് ടൈം എന്ന് പറയുന്നത് 7 days ആണ്. ഏറ്റവും ഫസ്റ്റ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഈ ഒരു ഡ്രോസോഫിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് ഹണ്ട് ആണ്. പിന്നെ ഡ്രോസോഫിലിനെ മോഡൽ ഓർഗാനിസം ആയിട്ട് യൂസ് ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കുറച്ച് ഗ്രൂപ്പ് ഓഫ് ജീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? മെറ്റേണൽ ജീൻസ്, സൈഗോട്ടിക് ജീൻസ് അഥവാ സെഗ്മെന്റേഷൻ ജീൻസ്, ഹോമിയോട്ടിക് ജീൻസ്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. മെറ്റേണൽ ജീൻസിൽ ഏതൊക്കെ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ സൈഗോട്ടിക് ജീൻസിൽ ഏതൊക്കെയാണ്, പിന്നെ ഹോമിയോട്ടിക് ജീൻസ് ഏതൊക്കെയാണ്.